പാക് സേനയുടെ അഭിമാനമെന്ന് പാകിസ്ഥാൻ കൊട്ടിഘോഷിച്ച JF-17 തണ്ടർ യുദ്ധവിമാനങ്ങളുടെ ഉത്പാദനം പൂർണ്ണമായി നിലച്ചതോടെ പാക് വ്യോമസേനയ്ക്ക് വൻ തിരിച്ചടി. പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സ് PAC 2025 ഒരു JF-17 വിമാനം പോലും നിർമ്മിച്ച് പുറത്തിറക്കിയിട്ടില്ലെന്ന് റിപ്പോർട്ട്. ഇത് തങ്ങളുടെ പ്രതിരോധ വ്യവസായത്തിന്റെ ശേഷിയെക്കുറിച്ചുള്ള ഇസ്ലാമാബാദിന്റെ അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് എന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. ചൈനയുമായി ചേർന്ന് വികസിപ്പിച്ച ഭാരം കുറഞ്ഞ ബഹുമുഖ യുദ്ധവിമാനമാണ് JF-17. ആദ്യകാലത്ത് ചൈനയോടൊപ്പം പിന്നീട് അവരുടെ സഹകരണത്തോടെ തനിയെയും പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ഭാരം കുറഞ്ഞ ബഹുമുഖ യുദ്ധവിമാനമാണ് JF-17. നൈജീരിയ അടക്കം വിവിധ രാജ്യങ്ങളിൽ പാകിസ്ഥാൻ JF-17 വിൽപ്പന നടത്തിയിട്ടുണ്ട്. പാക് വ്യോമസേനയുടെ നവീകരണത്തിൽ സുപ്രധാനമായ സ്ഥാനമുണ്ടായിരുന്ന ഈ വിമാനം റഷ്യൻ നിർമ്മിത RD-93 എഞ്ചിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ തുടർന്ന് റഷ്യ ഈ എഞ്ചിനുകളുടെ വിതരണം പൂർണ്ണമായും നിർത്തിയതാണ് JF-17 ഉൽപാദന നിരകൾ മരവിക്കാനുള്ള പ്രധാന കാരണം. കൈവശമുള്ള വിമാനങ്ങളുടെ എണ്ണം കൂട്ടാൻ കഴിയാത്തത് പാകിസ്ഥാന്റെ വ്യോമശക്തിക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആഭ്യന്തര നിർമ്മാണത്തെക്കുറിച്ച് അവർ ഉയർത്തിയ വീമ്പുകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുന്നുവെന്ന് ഒരു പ്രതിരോധ അനലിസ്റ്റ് ചൂണ്ടിക്കാട്ടി. ഓപ്പറേഷൻ സിന്ദൂറിൽ ജമ്മുവിലും പഞ്ചാബിലും വ്യോമാക്രമണത്തിന് അയച്ച 2 JF-17 വിമാനങ്ങൾ ഇന്ത്യ തകർത്തെറിഞ്ഞിരുന്നു. പ്രധാന റഡാറുകൾ, എയർബേസുകളിലെ റൺവേകൾ, മറ്റ് നിർണായക സഹായ സംവിധാനങ്ങൾ എന്നിവയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇതോടെ ഒരു വശത്ത് പുതിയ വിമാനങ്ങൾ നിർമ്മിക്കാനാകാതെ വരികയും മറുവശത്ത് നിലവിലുള്ള യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തത് പാക് വ്യോമസേനയെ പ്രതിരോധത്തിലാക്കി. റഷ്യൻ എഞ്ചിന് പകരമായി ചൈന തങ്ങളുടെ WUS-13 എഞ്ചിൻ ഉപയോഗിച്ച് JF-17 പ്ലാറ്റ്ഫോമിൽ കൂടുതൽ നിയന്ത്രണം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ നീക്കങ്ങളൊന്നും പാകിസ്ഥാന്റെ ഉൽപാദന പ്രതിസന്ധിക്ക് ഉടനടി പരിഹാരം നൽകിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.